അങ്ങനെ 150 കിലോമീറ്ററിൻ്റെ മുകളിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് ഇതാ മലപ്പുറം തിരൂരിൽ നിന്ന് നമ്മളിതാ ഗുണ്ടൽപേട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ പാഷൻ ഫ്രൂട്ട് ഫാമിലാണ് എത്തിയത്. അപ്പോൾ ഇവിടെ ഫാമിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ സുഹൃത്ത് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്യണത് ഗുണ്ടൽപേട്ടിൽ നിന്ന് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് ഇവിടെ. പറ്റുകയാണെങ്കിൽ പല സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കും വേണം. ചിക്കൻ പാർട്സ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നെയ്ച്ചോറും ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്തിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച്. പുറത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ. 4 പേർക്ക് കിടക്കാനുള്ള സൗകര്യം റൂമിനകത്തുണ്ട്. ഇനി നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിമനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടം തന്നെ കാണാൻ പറ്റും. സീസൺ അല്ലാത്ത സമയത്ത് തന്നെ പാഷൻ ഫ്രൂട്ട് ഇവിടെ കാഴ്ച നിൽക്കുന്നുണ്ട്. സീസണൊക്കെ ജൂണോട് കൂടിയിട്ടൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആവുള്ളൂ. ആ സമയത്തൊക്കെ ഇനി ഇതിൽ കൂടുതൽ കായകൾ ഉണ്ടാവുമെന്ന് അറിയാൻ കഴിയുന്നത്. ഏകദേശം 4 ഏക്കർ സ്ഥലമാണ് ഈ വരുന്ന ഈ പ്രോപ്പർട്ടി. ഇവിടെ നനയ്ക്കാനുണ്ടല്ലോ ട്രിപ്പൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ കൂടുതൽ ഇവിടെ വേറെ വെറൈറ്റി ആയിട്ടുള്ള കൃഷി രീതികളും കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഫോളോ ചെയ്ത് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.